2019 കേക്ക് ട്രെൻഡ് ആയിട്ടുള്ള ഫോൾട്ട് ലൈൻ കേക്കാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഇറ്റാലിയൻ മെറിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബേസ് കേക്ക് ആദ്യം ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിനകത്തേക്ക് 4 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ഓണാക്കാൻ മറന്നു പോയതാണ്. 1.5 കപ്പ് നോർമൽ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാലും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-2 ബാച്ചസ് ആയിട്ട് അരിച്ച് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഏത് കേക്ക് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ബാറ്റർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നോർമലി ഏത് ബേസ് വെച്ചിട്ടാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ ബേസ് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മെറിങ് വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിപ്പ്ഡ് ക്രീം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ബട്ടർ ക്രീം ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റേണായിട്ട് നിൽക്കും നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പോൾ. അപ്പം നമുക്കതിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനിത് 6 ഇഞ്ചിൻ്റെ ഗ്രീസ് ആൻഡ് ലൈൻ ചെയ്തിട്ടുള്ള 2 മോഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് 170 ഡിഗ്രിയിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണിത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഞാൻ നേരത്തെ തന്നെ ട്രിം ചെയ്തിട്ടുണ്ട്. വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. കേക്കിൻ്റെ ആ ടിന്നിൻ്റെ അതേ സൈസിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ബാക്കി 2 ഒരേ ഹൈറ്റിൽ വരുന്ന കേക്കാണിപ്പോൾ. അത് ഞാനിപ്പോൾ 2 ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെതാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിരിക്കും കേക്ക്. കുറച്ച് ഹൈറ്റ് കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ഫോൾട്ട് ലൈൻ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 6 ഇഞ്ചിൻ്റെ പാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. സാധാരണ 35 മിനിറ്റ് ഉള്ളത് ഇത് 45 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ സെൻട്രലായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. മെറിങ്ങാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇറ്റാലിയൻ മെറിങ്. അതിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഉണ്ടാവും, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലൊരു ഫോൾട്ട് ലൈൻ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായി തന്നെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ക്രീമിൻ്റെ ഒരു ലൈൻ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഒരല്പം കനത്തിൽ വെച്ച് കൊടുക്കുക. കൂടുതൽ കനം വേണ്ട, നമ്മൾ സാധാരണ ചെയ്യുന്ന അത്രയും കട്ടി വേണ്ട. ചെറുതായിട്ട് നമ്മളിതിൽ എന്താണോ വെക്കുന്നത് അന്ന് അപ്ലൈ ചെയ്താൽ അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈന് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. ഇനി ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് റൗണ്ട് ചുറ്റിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ജെംസാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റോ അതല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ലൈൻ അവിടെ ഗ്യാപ്പായിട്ട് അങ്ങനെ വിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിൽ ജെംസ് വെച്ചിട്ടുണ്ട് റൗണ്ട്. ഇനി ഇത് ഞാനൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഐസിങ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് സെൻറ്ററിലേക്കുമായിട്ട് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഐസിങ് നല്ല തിക്കായിട്ട് തിക്ക് ലെയർ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ ജെംസിനെക്കാളിലും മുകളിലേക്ക് എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഐസിങ് വെച്ച് കൊടുക്കാനായിട്ട്. അതിനേക്കാളും താഴ്ന്നു പോവരുത്, അതിനേക്കാളും മുകളിലേക്ക് ഈ ജെംസിൻ്റെ ലെയർ ഉള്ളിലായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് അതിൻ്റെ ആ സൈഡിൽ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിനെങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ. താഴെ അതുപോലെ തന്നെ ലൈൻ വരച്ച് കൊടുക്കാം ക്രീം വെച്ചിട്ട് തന്നെ. ഇത് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ അതല്ലെങ്കിൽ ബട്ടർ ക്രീം വെച്ചിട്ടോ ചെയ്യാവുന്നതാണ്. അതേത് ക്രീം വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി താഴെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ജെംസിൻ്റെ മുകളിലേക്ക് മാക്സിമം കൂടുതലായിട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ വിരലിന് എന്ത് പറ്റിയതാണെന്ന് ഞാൻ ഡൗട്ട് ചോദിക്കരുത്. എൻ്റെ വിരൽ ഇതിനകത്ത് കാണുമ്പോൾ ചെറുതായിരിക്കുമ്പോൾ കത്തി കൊണ്ട് കളിച്ചപ്പോൾ അവിടെ നഖ അടക്കം വെട്ടിപ്പോയതായിരുന്നു 2 പീസായിട്ട്. പിന്നീട് അത് തുന്നി ചേർത്തപ്പോൾ ഇതുപോലെയാണ് നഖ വന്നിട്ടുള്ളത്. അതാണ്. ഇതൊന്ന് സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് വടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് തന്നെ ചെയ്താലും മതി. ഒന്നുകിൽ ഒരു വശം മാത്രം ചെയ്തിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ 2 വശം ഒന്നിച്ച് ചെയ്യാം. ഒന്നിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജെംസിൻ്റെ മുകളിൽ നമ്മൾ എന്താണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വരാതിരിക്കുക. അഥവാ വന്നു കഴിഞ്ഞാലും ഒരു ബ്രഷ് എന്തെങ്കിലും എടുത്തിട്ട് അത് മുകളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് തുടച്ചു കൊടുത്താലും മതി. ഇനി ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എഡിബിൾ ഗോൾഡ് ലസ്റ്റാണ്. അത് നമുക്ക് ഇതിൻ്റെ ഈ ലൈൻ വരുന്ന ഈ ഭാഗത്തുണ്ടല്ലോ, അത് ആ ബോർഡറിനകത്ത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. ഗോൾഡിൻ്റെ ഡസ്റ്റാണിത്, കേക്കിൽ ഉപയോഗിക്കുന്നതാണ്, എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് നമുക്ക് അത് അങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഡ്രൈ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ വോഡ്ക ലെമൺ ജ്യൂസോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന അതേപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ബോർഡറിനകത്ത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് സ്പ്രിങ്കിൾസോ അതല്ലെങ്കിൽ ഷുഗർ ബേൾസോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെയുള്ള വേറെയും കേക്കുകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു കേക്കിൻ്റെ വ്യൂസിനനുസരിച്ചായിരിക്കും ഇനി ബാക്കിയുള്ള കേക്ക് റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര നഷ്ടമാണ്, കാരണം നിങ്ങൾ വളരെ വ്യൂസ് ഇപ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ കേക്ക് മോഡേൺ കേക്ക്സൊക്കെ വരുമ്പോൾ അതിന് ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വീഡിയോ ഇടുന്ന സമയത്ത് വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് ക്രീം വെച്ചിട്ട് മുകളിൽ ഇതുപോലെ കുറച്ച് സ്റ്റാർ നോസിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.